ശ്രീത്തെ രണ്ട് സംസ്ഥാനങ്ങളിലെ തിരഞ്ഞെടുപ്പ് കഴിഞ്ഞു, മഹാരാഷ്ട്രയും ജാർഖണ്ഡ്. അതോടൊപ്പം പല സംസ്ഥാനങ്ങളിലും ബൈ ഇലക്ഷൻ നടന്നിട്ടുണ്ട്. ഇപ്പോൾ ലോക്സഭാ മണ്ഡലങ്ങളിലേക്കും നിയമസഭാ മണ്ഡലങ്ങളിലേക്കുമൊക്കെ. ഇപ്പോൾ ഉത്തർപ്രദേശ്, അതുപോലെ ബീഹാർ, അവിടെയൊക്കെ നടന്നിട്ടുണ്ട്. ഇവിടെ നമ്മുടെ പശ്ചിമ ബംഗാളിൽ, ഇവിടെയൊക്കെ കർണാടകയിൽ കർണാടകയിൽ നടന്നിട്ടുണ്ട്. ഈ സംസ്ഥാനം, പിന്നെ നമ്മുടെ കേരളത്തിലും അതിന് പ്രത്യേകിച്ച് പറയേണ്ട കാര്യമില്ല. ഇവിടെയൊക്കെ എന്താണ് സ്ഥിതി, ആർക്കാണ് മുന്നേറ്റം എന്നുള്ളത് നമുക്കറിയാവുന്നതാണ്. BJP അവിടെയൊക്കെ മുന്നേറിയിരിക്കുന്നു. അതായത് കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ 99 സീറ്റുമായി ഒരു മുന്നേറ്റമുണ്ടാക്കി എന്ന് കോൺഗ്രസ് വിചാരിക്കുമ്പോൾ അതിനെയൊക്കെ തച്ചു തകർക്കുന്ന തരത്തിലാണ് ഇപ്പോൾ ഈ ബൈ ഇലക്ഷൻ്റെ റിസൾട്ട് വരുന്നത്. അതായത് അന്നുണ്ടായിരുന്ന റിസൾട്ടിൽ നിന്ന് വ്യത്യസ്തമായി ഒരു റിസൾട്ട് ഉണ്ടായിരിക്കുന്നു. അത് BJPക്ക് നേട്ടം തന്നെയല്ലേ? അതോ? തീർച്ചയായും BJPക്ക് എന്തായാലും വലിയ നേട്ടമാണ്. കാരണം ഇപ്പോൾ കഴിഞ്ഞ ഉപതെരഞ്ഞെടുപ്പ് നടന്ന 48 സീറ്റുകളുണ്ട്. അതിൽ 29 ഇടത്തും BJP, അതോടൊപ്പം തന്നെ BJPയുടെ ഒപ്പമുള്ള ഘടകകക്ഷികളാണ് വിജയിച്ചിട്ടുള്ളത്. മറിച്ച് കോൺഗ്രസിൻ്റെ ഭാഗത്ത് ഇന്ത്യ മുന്നണിയിലുള്ള SP ഉൾപ്പെടെയുള്ള പാർട്ടികൾക്ക് വലിയ തിരിച്ചടിയാണ് ഉണ്ടായത്. കഴിഞ്ഞ തെരഞ്ഞെടുപ്പ് കാലത്ത്, ലോക്സഭാ തെരഞ്ഞെടുപ്പ് കാലത്ത് നമുക്കറിയാവുന്ന കാര്യമാണ്. ലോക്സഭയിൽ വലിയ രീതിയിൽ മുന്നേറ്റമുണ്ടാക്കിയ ഇന്ത്യ മുന്നണി വലിയ രീതിയിൽ മുന്നേറ്റമുണ്ടാക്കിയ ഒരിടമായിരുന്നു ഉത്തർപ്രദേശ്. അവിടെ ഇന്നലെ നടന്ന തെരഞ്ഞെടുപ്പിൽ 9 ഇടങ്ങളിൽ 7 ഇടത്തും BJPക്ക് മത്സരിച്ച് വിജയിക്കാൻ കഴിഞ്ഞിട്ടുണ്ട്. ഇത് BJPക്ക് വളരെയധികം ആത്മവിശ്വാസമാണ് വർദ്ധിപ്പിച്ചിരിക്കുന്നത്. കാരണം ഈ ഉത്തർപ്രദേശിലെ തിരഞ്ഞെടുപ്പിൽ വലിയ രീതിയിൽ തന്നെ 30-ലധികം സീറ്റുകൾ പരാജയപ്പെടുന്ന ഒരു അവസ്ഥയുണ്ടായിരുന്നു. ആ സമയത്ത് തന്നെ അടുത്ത തവണ ഈ 2027 തന്നെ അവിടെ അഖിലേഷ് യാദവ് മുഖ്യമന്ത്രിയായി വരുന്ന ഒരു സ്ഥിതിയിലേക്ക് പോകുന്നു എന്ന തരത്തിലുള്ള ചർച്ചകൾ ഉയർന്നു വന്നിരുന്നു. ആ ചർച്ചകളിലേക്ക് കടക്കുമ്പോഴായിരുന്നു ഉപതെരഞ്ഞെടുപ്പ് വരികയും ആ ഉപതെരഞ്ഞെടുപ്പിൽ BJPയാണ് യോഗിക്ക് വലിയ രീതിയിലുള്ള മുന്നേറ്റം ഉണ്ടാക്കുവാൻ കഴിഞ്ഞിരിക്കുന്നത്. അതിന് സമാനമായ രീതിയാണ് രാജസ്ഥാനിലായാലും അതോടൊപ്പം തന്നെ മധ്യപ്രദേശിലും ബാക്കിയുള്ള പല ആസാമിലെല്ലാം വലിയ രീതിയിലുള്ള 4-5 സീറ്റിൽ മത്സരം നടന്ന് പൂർണ്ണമായി തന്നെ അവിടെ കോൺഗ്രസ് പരാജയപ്പെടുന്നൊരു സ്ഥിതി ഉണ്ടായിട്ടുണ്ട്. ആകെ വിജയിക്കാൻ കഴിഞ്ഞത് നാം തിരഞ്ഞെടുപ്പ് വച്ച് നോക്കുകയാണെങ്കിൽ ഈ മഹാരാഷ്ട്രയിൽ പൂർണ്ണമായി തന്നെ പരാജയപ്പെടുന്ന ഒരു സ്ഥിതി ഉണ്ടായിട്ടുണ്ട്. ആകെ വിജയിക്കാൻ കഴിഞ്ഞത് ഈ ജാർഖണ്ഡിൽ മാത്രമാണ്. ജാർഖണ്ഡിൽ പക്ഷേ കോൺഗ്രസ് പ്രധാന ശക്തിയല്ല. അവിടെ വർഷങ്ങളായി തന്നെ ജാർഖണ്ഡ് മുക്തി മോർച്ചയുടെ സഖ്യകക്ഷിയായി നിന്നാണ് ഒരു മത്സരം കാഴ്ചവെക്കുന്നത്. നാം ദക്ഷിണേന്ത്യയിലേക്ക് വരുമ്പോഴാണ്, മുൻകാലങ്ങളിൽ അറിയാവുന്ന കാര്യമാണ്, ദക്ഷിണേന്ത്യയിൽ പൊതുവെ കോൺഗ്രസിനാണ് ശക്തിയുള്ളത്. ആ ശക്തി കേന്ദ്രമായ കർണാടകയിൽ ഈ ഉപതെരഞ്ഞെടുപ്പിൽ വിജയം കൊയ്യാൻ കഴിഞ്ഞിട്ടുണ്ട്. പക്ഷേ കേരളത്തിലേക്ക് വരുമ്പോൾ ഈ വയനാട്ടിലും പാലക്കാടും വിജയം കൊയ്തിട്ടുണ്ട്. പക്ഷേ ചേലക്കരയായിരുന്നു ഇതിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട കേന്ദ്രം. വലിയ അധികാര സ്വപ്നവുമായി മുന്നോട്ട് പോകുമ്പോൾ ആ സീറ്റ് നേടിയിരുന്നെങ്കിൽ കുറച്ചും കൂടെ ഒരു പ്രതീക്ഷ നൽകുന്ന ഒരു അവസ്ഥയിലേക്ക് എത്തുമായിരുന്നു. പക്ഷെ അതിനെന്തായാലും സാധിച്ചിട്ടില്ല. ഉപതെരഞ്ഞെടുപ്പുകളിൽ വലിയ BJP തരംഗം തന്നെ ഉണ്ടായിരിക്കുന്നു. ഞാൻ മുൻപ് സൂചിപ്പിച്ചതുപോലെ തന്നെ UPയിലെ 9 BJP ജയിക്കുന്ന ഒരു സാഹചര്യമുണ്ടായി. അതോടൊപ്പം തന്നെ സമാജ്വാദി പാർട്ടി 2 ഇടത്ത് ഒതുങ്ങുകയാണ്. ഈ ഗാസിയാബാദ് വർഷങ്ങളായി തന്നെ സമാജ്വാദിയുടെ ഒരു ശക്തി കേന്ദ്രമായിരുന്നു. ആ ഗാസിയാബാദിൽ ഉൾപ്പെടെ BJP സ്ഥാനാർത്ഥി വിജയിക്കുന്ന ഒരു സാഹചര്യമുണ്ടായി. അതോടൊപ്പം തന്നെ ഉത്തരാഖണ്ഡിൽ കേദാർനാഥ് മണ്ഡലം BJP ജയിക്കുകയാണ്. അതോടൊപ്പം തന്നെ രാജസ്ഥാനിൽ 6 സീറ്റിലും NDAക്കാണ് വിജയം. അതും ഈ രാജസ്ഥാന് സമാനമായി തന്നെ വലിയ മത്സരം നടന്നൊരു സ്ഥലമായിരുന്നു. കഴിഞ്ഞ രാജസ്ഥാനിലെ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ 28 സീറ്റുണ്ട്. അതിൽ കോൺഗ്രസിന് BJPയെ ഞെട്ടി. BJP 2024 അതോടൊപ്പം തന്നെ 2014 2019 അവിടെ എല്ലാ സീറ്റും നേടുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു. കോൺഗ്രസിൽ നിന്നും 26 സീറ്റുണ്ട്. അവിടെ പൂർണ്ണമായി തന്നെ സീറ്റ് നേടുന്ന സാഹചര്യമുണ്ടായി. അവിടെ നിന്ന് ഇപ്പോൾ 7-8 സീറ്റ് കോൺഗ്രസ് നേടിയെടുക്കുന്ന സാഹചര്യമുണ്ടായി. നമുക്കറിയാവുന്നതായിരുന്നു, രാജസ്ഥാനെക്കുറിച്ച് നമ്മുടെ കേരളത്തിൽ വരെ ചർച്ചയുണ്ടായിരുന്നു. CPMന് തങ്ങളുടെ ചിഹ്നം നിലനിർത്തുവാനായി കോൺഗ്രസിൻ്റെ സഹായം കൊണ്ട് ജയിച്ചൊരു മണ്ഡലമുണ്ടായിരുന്നു. അത് രാജസ്ഥാനിലായിരുന്നു. അല്ലെങ്കിൽ ഈ ചിഹ്നം തന്നെ പോകുന്ന ഒരു രീതിയിലേക്ക് പോകുമായിരുന്നു. കാരണം 3 സംസ്ഥാനങ്ങളിലെങ്കിലും MP മാരോ അതോടൊപ്പം തന്നെ വോട്ട് ഷെയറോ വേണമായിരുന്നു. അതിൽ ബംഗാളിൽ എന്തായാലും CPMന് ഒരു സീറ്റ് പോലും കിട്ടാത്ത ഒരു അവസ്ഥയായിരുന്നു. 33 കൊല്ലത്തിലധികം ഭരിച്ച അവിടെ ഇപ്പോൾ പൂർണ്ണമായി തന്നെ CPMൻ്റെ കയ്യിൽ നിന്നും പൂർണ്ണമായി ഒഴിവായി പോകുന്ന ഒരു സാഹചര്യമുണ്ട്. അതിന് സമാനമായിരുന്നു ത്രിപുരയിലും. അതുകൊണ്ട് CPM അധികാരത്തിലിരുന്ന ഈ രണ്ട് സംസ്ഥാനങ്ങളിൽ അവർക്ക് സീറ്റ് കിട്ടില്ല എന്ന് ഉറപ്പായതോടുകൂടിയാണ് അവർ ഈ കോൺഗ്രസുമായി ചർച്ച നടത്തി
രാജസ്ഥാനിലെ ഒരു മണ്ഡലം ഒപ്പിച്ചെടുക്കുകയും അവിടെ വിജയം നേടുകയും ഇപ്പോൾ അങ്ങനെ സീറ്റ് എന്തായാലും ഈ ചിഹ്നം നഷ്ടമാകില്ല. കാരണം ഇവിടെ കേരളത്തിൽ ഒരു സീറ്റുണ്ട്, തമിഴ്നാട്ടിൽ DMK-യുടെ സഹായത്തോടെ CPM-ന് സീറ്റുണ്ട്, അതോടൊപ്പം തന്നെ രാജസ്ഥാനിലും. അങ്ങനെ രാജസ്ഥാനിൽ അന്ന് ഇന്ത്യ മുന്നണിക്ക് വലിയ മുന്നേറ്റം കാഴ്ചവെക്കാൻ കഴിഞ്ഞു. പക്ഷേ ഇപ്പോൾ നടന്ന ഉപതെരഞ്ഞെടുപ്പിൽ വലിയ തകർച്ച ഉണ്ടായിട്ടുണ്ട്. അതോടൊപ്പം തന്നെ ആസാമിലും ഈ 5 ഇടങ്ങളിൽ BJP വിജയിക്കുന്ന സാഹചര്യമുണ്ട്. പിന്നീട് നാം പോവുകയാണ് ബീഹാറിൽ BJP 4 സീറ്റിലും വിജയിച്ചിട്ടുണ്ട്. ബീഹാറിലെ വിജയം അടുത്ത നിയമസഭാ തെരഞ്ഞെടുപ്പ് വരാൻ പോകുന്ന 2 ഇടങ്ങൾ, ഒന്ന് ബീഹാറും ഡൽഹിയുമാണ്. ഈ ബീഹാറിലെ വിജയം BJPക്ക് കൂടുതൽ കരുത്തേകും. കാരണം ബീഹാറിലെ കാര്യം പറയുമ്പോഴാണ് അവിടെ നമ്മുടെ തെരഞ്ഞെടുപ്പ് തന്ത്രജ്ഞൻ പ്രശാന്ത് കിഷോർ, പല രാഷ്ട്രീയ പാർട്ടികൾക്കും തന്ത്രങ്ങൾ പറഞ്ഞു കൊടുക്കുന്ന ആളാണ്. പക്ഷെ അദ്ദേഹത്തിൻ്റെ പാർട്ടിക്ക് അവിടെ വിജയിക്കാനേ കഴിഞ്ഞില്ല. അദ്ദേഹം അടുത്ത വർഷം വരുന്ന തെരഞ്ഞെടുപ്പ് ലക്ഷ്യമിട്ടാണ് അദ്ദേഹം മുന്നോട്ട് പോകുന്നത്. അന്ന് അദ്ദേഹത്തിന്റെ പാർട്ടി ഉജ്ജ്വല വിജയം നേടുമെന്നാണ് പ്രശാന്ത് കിഷോർ പറയുന്നത്. പക്ഷെ അവിടെ RJD അറിയാലോ, ലാലു പ്രസാദ് യാദവ്, ലാലുവിന്റെ മകൻ തേജസ്വി യാദവും അതോടൊപ്പം തന്നെ നിതീഷ് കുമാറും എല്ലാം നേരിട്ടുള്ള മത്സരമാണ് നടക്കുന്നത്. ആദ്യം ഈ ലോക്സഭാ തെരഞ്ഞെടുപ്പ് കാലത്തും കോൺഗ്രസിന്റെ ഭാഗമായി നിൽക്കുന്ന ഈ തേജസ്വിയും അതോടൊപ്പം തന്നെ കോൺഗ്രസും എല്ലാം പ്രതീക്ഷിച്ചിരുന്ന ബീഹാറിൽ വളരെ വലിയ മുന്നേറ്റം ഉണ്ടാക്കാൻ കഴിയുമെന്നാണ്. പക്ഷെ അതെന്തായാലും നടന്നിട്ടില്ല. അതിൻ്റെ തുടർച്ചയാണ് ഇപ്പോഴും സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്. ഇതെന്തായാലും വീണ്ടും തേജസ്വി യാദവ് ഇത്രയും നാളായിട്ട് മുഖ്യമന്ത്രി ആയിട്ടില്ല. അദ്ദേഹം ഉപമുഖ്യമന്ത്രിയായിട്ട് അങ്ങനെ ആയിരിക്കുകയാണ്. പക്ഷെ അദ്ദേഹത്തിൻ്റെ ഏറ്റവും വലിയ ലക്ഷ്യം മുഖ്യമന്ത്രി ആവുക എന്നാണ്. പക്ഷേ ഈ കണക്കുകൾ അനുസരിച്ച് അടുത്ത വരുന്ന തെരഞ്ഞെടുപ്പിൽ അദ്ദേഹത്തിന് മുഖ്യമന്ത്രിയാകാൻ കഴിയില്ലെന്നാണ് എന്തായാലും ഉപതെരഞ്ഞെടുപ്പുകൾ സൂചിപ്പിക്കുന്നത്. അതോടൊപ്പം തന്നെ ഈ BJPക്കും തിരിച്ചടിയേറ്റിട്ടുണ്ട്. അത് പശ്ചിമ ബംഗാളിൽ ഇപ്പോൾ തുടർച്ചയായി തന്നെ BJP ഒരു തകർച്ചയോടെ വക്കിലേക്ക് പോകുന്ന ഒരു അവസ്ഥ. അതായത് ശ്രീത്ത്, ഈ പശ്ചിമ ബംഗാളിലെ കാര്യം പറയുമ്പോൾ അത് ഒന്ന് പശ്ചിമ ബംഗാളിലെ ഈ മത്സരം നടന്ന മണ്ഡലങ്ങളൊക്കെ തൃണമൂലിൻ്റെ ശക്തി കേന്ദ്രങ്ങളാണ്. പക്ഷേ ഇപ്പോൾ ഈ അടുത്ത സമീപ ഭാവിയിൽ മമതയ്ക്കെതിരെ വലിയ പ്രക്ഷോഭം ഉണ്ടായിരുന്നു. മെഡിക്കൽ വിദ്യാർത്ഥിനിയുടെ മരണം ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ മമതയ്ക്കെതിരെ വലിയ ജനവികാരം ഉയർത്തിവിട്ടതാണ്. പക്ഷെ അത് മുതലാക്കാൻ പ്രതിപക്ഷത്തിന് കഴിഞ്ഞില്ല എന്നുള്ളത് ഈ തെരഞ്ഞെടുപ്പ് ഫലം കൂടെ കൂട്ടി വായിക്കണം. ഇതിനു മുമ്പ് ലോക്സഭാ തെരഞ്ഞെടുപ്പ് കാലത്തും അവരുടെ നേതാവ് ഒരു സ്ത്രീകളെ മുഴുവൻ പീഡിപ്പിക്കുന്ന ഒരു ഉണ്ടായിട്ടുള്ള അതിനെല്ലാം BJP വലിയ രീതിയിൽ പ്രചരണായുധമാക്കിയിട്ട് പോലും BJPക്ക് 2019 18 സീറ്റ് ഉണ്ടായിരുന്നവർ പിന്നെ ചുരുങ്ങി 10 താഴേക്ക് വരുന്ന ഒരു അവസ്ഥ ഉണ്ടായിരുന്നല്ലോ. ആ രീതിയിൽ വലിയ തോൽവി 12 ആ രീതിയിലേക്ക് എന്തോ വന്നു നിൽക്കുന്ന ഒരവസ്ഥ ഉണ്ടായിരുന്നു. ആ തെരഞ്ഞെടുപ്പിൻ്റെ ട്രെൻഡ് തന്നെയാണ് വീണ്ടും തുടരുന്നത്. തൃണമൂലിന് മുന്നേറാൻ കഴിഞ്ഞിട്ടുണ്ട്. പക്ഷേ മുഴുവനായി എടുത്തു നോക്കുമ്പോൾ ഈ 48 സീറ്റിൽ 29 ഇടത്തും BJP മുന്നേറി. ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ നിന്നും മാറി ചിന്തിക്കുകയാണ് ജനം മാറി ചിന്തിച്ച് തുടങ്ങിയിട്ടുണ്ട്. വീണ്ടും പലയിടങ്ങളിലും ഉത്തരേന്ത്യയിലെ പലയിടങ്ങളിലും BJPയെ വീണ്ടും അധികാരങ്ങളിലേക്ക് എത്തിക്കാനുള്ള ജനങ്ങളുടെ ശ്രമം ആരംഭിച്ചിട്ടുണ്ട്. ഇനി വരുന്നത് ബീഹാറും ഡൽഹിയുമാണ്. അവിടെ എന്തായാലും BJPക്ക് ഈ തുടർച്ചയായ വിജയങ്ങൾ ഹരിയാനയിലുണ്ടായ വിജയമാണ് ഇതിൻ്റെ എല്ലാം തുടക്കം. ആ തുടക്കം ഇപ്പോൾ മഹാരാഷ്ട്രയിലും വിജയിച്ചു. ഇനി എന്തായാലും ബീഹാറിലും ഡൽഹിയിലും തെരഞ്ഞെടുപ്പ് വരാൻ പോവുകയാണ്. ആ തെരഞ്ഞെടുപ്പിലും വിജയിക്കാനുള്ള ഊർജ്ജമായിരിക്കും ഇത്തരം ഉപതെരഞ്ഞെടുപ്പ് വിജയങ്ങൾ. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ ABC മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടണും അമർത്തുക.